ഇങ്ങനത്തെ കസ്റ്റമേഴ്സിനെ ബ്ലോക്ക് ചെയ്ത് കളയലാട്ടോ വേണ്ടത്. എന്താണെന്നല്ലേ, കുറച്ച് ദിവസം മുന്നേ ഒരു ഹോൾസെയിൽ എൻക്വയറി ഉണ്ടായിരുന്നു. പുള്ളി പതിവ് തെറ്റിച്ച് ഫോണിലേക്ക് കോൾ കേട്ടോ ചെയ്തത്. കോൾ ചെയ്ത ഉടനെ ഞാൻ എടുത്തപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണ് മെസ്സേജസിനൊന്നും റിപ്ലൈ ചെയ്യാത്തത് എന്നായിരുന്നു. ഇപ്പോൾ ധാരാളം ഹോൾസെയിൽ റീറ്റെയിൽ മെസ്സേജുകൾ വരുന്നത് കാരണം ചിലപ്പോഴൊക്കെ ലേറ്റ് ആവാറുണ്ട്. പക്ഷേ വേഗം ഞാൻ പുള്ളിയുടെ നമ്പർ എടുത്ത് നോക്കി വാട്സാപ്പ് മെസ്സേജ് ചെക്ക് ചെയ്തപ്പോൾ പുള്ളി ഒരു മോഡൽ അയച്ചിരിക്കുന്നു. അതിൻ്റെ റേറ്റ് ചോദിച്ചുകൊണ്ട് ഞാൻ ആ റേറ്റ് കോട്ട് ചെയ്ത് കൊടുത്തു. പുള്ളിയെ വീണ്ടും വിളിക്കുന്നു. എനിക്ക് ഒരു പീസല്ല വേണ്ടത്, എനിക്ക് 12 to 15 പീസാണ് ഒരു മോഡലിൻ്റെത് വേണ്ടത്, നിങ്ങൾക്കത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റോക്കിൻ്റെയും എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരാമെന്ന്. അങ്ങനെ പുള്ളി ഓക്കെ അടിച്ച് ബാക്കിയുള്ള മോഡൽസൊക്കെ അഴക്കും, നിങ്ങളുടെ പേജിൽ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇത് കേട്ടതിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഹോൾസെയിലിൻ്റെ കാറ്റലോഗിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പുള്ളിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ നീണ്ട 4-5 മണിക്കൂറത്തെ ഡിസ്കഷൻ, റേറ്റ് കോട്ടിങ്, ഡിസ്കൗണ്ട് കൊടുക്കൽ, അങ്ങനെ നീണ്ടൊരു നിരക്ക് ശേഷം പുള്ളി പ്രോഡക്റ്റ് എടുക്കാൻ എഗ്രി ചെയ്തു. എഗ്രി ചെയ്ത ഉടനെ പുള്ളി എന്നോട് പറഞ്ഞു അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം, ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യുമെന്ന്. അതിൽ പല പീസുകളും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് ഞാൻ മാനുഫാക്ചറെ കോൺടാക്റ്റ് ചെയ്ത് അവർക്ക് ഓർഡറും പ്ലേസ് ചെയ്തു. ഈ പുള്ളിയുടെ വർത്തമാനവും ഈ പുള്ളിയുടെ ഗ്യാരണ്ടിയും കേട്ട് ഞാൻ ഈ പുള്ളി പറഞ്ഞ പീസുകളുടെ എല്ലാം ഓർഡേഴ്സ് മാനുഫാക്ചറേഴ്സിന് കൊടുത്തു. ഏകദേശം 10-20 മോഡൽ 10-15 പീസ് വെച്ച് ഓരോന്ന് 10-15 പീസ് വെച്ച് വേണമെന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞ് ബില്ലൊക്കെ എഴുതി പുള്ളി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു റെസ്പോൺസ് ഇല്ല. വീണ്ടും ഞാൻ വിളിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഡോണ്ട് വറി, ഞാൻ ഇപ്പം തന്നെ അടക്കാവട്ടോ എന്ന്. അങ്ങനെ പുള്ളിയുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് ഒരു ഐഡിയ ഇല്ല. പിറ്റേന്ന് ഫോൺ ചെയ്യുന്നു, മെസ്സേജ് അടക്കുന്നു, പുള്ളി ഫോണും എടുക്കുന്നില്ല, മെസ്സേജസ് കാണുന്നുമില്ല. അപ്പോൾ എനിക്ക് ഏകദേശം കാര്യം പിടികിട്ടി. അതെ, നൈസായിട്ട് നമ്മളെ പറ്റിച്ചു. വിഷമം വരണോ ദേഷ്യം വരണോ അറിയില്ല. ബട്ട് ഇത് ആദ്യമായിട്ടല്ല കേട്ടോ, പേജിൽ പലതവണ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ വിഷമം ആളുകൾ ഓർഡർ പ്ലേസ് ചെയ്യാത്തതോ പേയ്മെൻറ്റ് ചെയ്യാത്തതോ ഒന്നുമല്ല. നമ്മുടെ പേജിൽ വലുതും ചെറുതുമായിട്ട് വരുന്ന എൻക്വയറീസിൽ നമ്മളെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടോ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയും ഓർഡർ പ്ലേസ് ചെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല കേട്ടോ, റേറ്റ്സ് ചോദിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല, എല്ലാം കോട്ട് ചെയ്ത് തരാമെന്ന്. എന്നിട്ടും ആളുകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. കാര്യം നമ്മുടെ സമയം, എഫേർട്ട് എല്ലാം അവർക്ക് ഒരു വാല്യൂ ഇല്ലാത്ത പോലെ കേട്ടോ. നിങ്ങളിത് കേൾക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ദയവേത് ആരോടും ഇങ്ങനെ ചെയ്യരുതേ. അതേ മറിച്ച് നിങ്ങളിത് കേൾക്കുന്ന ഒരു സ്മോൾ ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ, സോ ദാറ്റ് എല്ലാവർക്കും അതൊരു അറിവായിക്കോട്ടെ. സോ അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് വരാം കേട്ടോ. ബൈ.